അനധികൃത പണസമ്പാദന ആരോപണവുമായി ബന്ധപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും കെ ടി ജലീൽ എം.എൽ.എയും തമ്മിലുള്ള പോരിന് ഒരയവുമില്ല. CBI പരാതി കൊടുത്താലും തന്നെ രോമത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ലെന്ന് പി കെ ഫിറോസ് പറഞ്ഞു. അങ്ങാടി തോറ്റതിന് അമ്മയോട് പറയാറുണ്ട്. അങ്ങാടി തോറ്റതിന് മുണ്ട് പൊക്കുന്ന ആളെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അത് ഈ പറഞ്ഞ അൽപ്പനാണ്. ഇതിനൊക്കെ പറയണം, ഞാൻ ED-ക്ക് പരാതി കൊടുക്കും, വിജിലൻസിന് പരാതി കൊടുക്കും. ഈ അൽപ്പനോട് പറയട്ടെ, ED-യിലല്ല, വിജിലൻസിലല്ല, CBI-ക്ക് പരാതി കൊടുത്താലും ഈ രോമത്തിൽ പോലും ഒരു പോർട്ടൽ. മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേർന്നു. ഇതിന് കൗണ്ടർ കെ ടി ജലീൽ പറഞ്ഞില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതെ SKN, ഇതിന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് തൊട്ട് മുൻപ് കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് പി കെ ഫിറോസിനോട് 15 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു. UK-യിലും അമേരിക്കയിലും എന്ത് ബിസിനസ്സാണ് നടത്തുന്നത്, ഒപ്പം തന്നെ ഈ ലഭിക്കുന്ന പൈസ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്, അതിന്റെ സേവിങ്സ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള 15 ചോദ്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. ഇതിപ്പോൾ പി കെ ഫിറോസ് പൂക്കോട്ടൂരിൽ നടന്നിട്ടുള്ള യൂത്ത് ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ്. ഇതിൽ കെ ടി ജലീലിന്റെ പേരെടുത്ത് പറയാതെ മുഴുവനായും അൽപ്പൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ പറയുന്നത്. ഇനിയിപ്പോൾ CBI-യിൽ പരാതി കൊടുത്താൽ പോലും തൻ്റെ രോമത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ പറ്റില്ല. തൻ്റെ എന്നല്ല ഒരു യൂത്ത് ലീഗുകാരൻ്റെയും ദേഹത്തൊരു മണ്ണിടാൻ പോലും കഴിയില്ല. അത് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുകയാണ്. യൂത്ത് ലീഗിൻ്റെ സീസൺ 1 മന്ത്രിസ്ഥാനത്ത് നിന്ന് കെ ടി ജലീലിനെ മാറ്റുന്നതായിരുന്നു. സീസൺ 2 നാളെ ആരംഭിക്കുമെന്നുള്ളതാണ് ഈ വെല്ലുവിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് MLA സ്ഥാനത്ത് നിന്ന് കെ ടി ജലീലിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോര് ആരംഭിക്കുകയാണ്. നാളെ പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ മലയാളം സർവകലാശാലയിൽ അദ്ദേഹം ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട അതിൽ ഒരു അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ പി കെ ഫിറോസ് ആരോപിച്ചിരുന്നു. ആ സ്ഥലത്തേക്ക് നാളെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ വെച്ച മാധ്യമങ്ങളെ കാണും എന്നുള്ളത് കൂടി പി കെ ഫിറോസ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു വാക്ക് പോലെ പ്രത്യാക്രമണം അത് കുറച്ചുകൂടി കടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ യൂത്ത് ലീഗിന്റെ ഈ ധോത്തി ചലഞ്ച് ഉണ്ടായിരുന്നു. അതേ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം കെ ടി ജലീൽ ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടി കൂടി ഫിറോസ് പറയുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.